അവൾക്കറിയാവോ, ഇപ്പൊ ഈ അടുത്താ ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. സാറിന്റെ ശബ്ദം നിലച്ചപ്പോഴാ ചന്ദ്രത്ത് ഒരു അപശബ്ദം കേട്ടു തുടങ്ങിയത്. അല്ലേ നന്ദ? അച്ഛാ, മോളെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ ഇങ്ങോട്ട് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. മോനെ, നീ പോയി കടയിൽ നിന്ന് എന്തെങ്കിലും. വേണ്ട, മുരളി ഇവിടെ ഇരിക്കും. വാ, എന്നെ സൽക്കരിക്കാൻ വേണ്ടി പാവം മുരളിയെ കടയിലേക്ക് പറഞ്ഞയക്കണ്ട. സമാധാനമായിട്ട് കുറച്ചേരം ഇരിക്കാനും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അച്ഛാ, അച്ഛൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അച്ഛനിങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോ എന്ത് സന്തോഷാണെന്നറിയോ? ശബ്ദവും ആരോഗ്യം തിരിച്ചു കിട്ടാൻ നിന്റെ ശുശ്രൂഷയും സ്നേഹവും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് നിനക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. എന്നോട് നന്ദിയൊന്നും പറയല്ലേ അച്ഛാ. ഞാനൊരു ചായ എടുക്കട്ടെ സാറേ? വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഒന്ന്, മുരളിയോടും ഗൗരിയോടും ഭാർഗവിയോടും ഒക്കെ ക്ഷമ പറയുക. അയ്യോ, സാർ എന്താ ഈ പറയണത്? അങ്ങനെയൊന്നും പറയരുത്. സാറിന്റെ വിഷമം ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് ഇഷ്ടം കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ. അതിനപ്പുറം ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ സാറെന്തിനാ ക്ഷമ പറയുന്നത്? ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഒരു വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരവാദിത്വം ഗൃഹനാഥനും കൂടിയാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചിട്ടും ബന്ധങ്ങൾ നോക്കിയാവാം ഒരു കേസ് പോലും കൊടുത്തില്ല. പക്ഷെ സർ, ഞാനൊരു കാര്യം പറയട്ടെ. സാറിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്താ മോളെ? ഈ സംഭവം എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. സാറിന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെയാവും പ്രതികരിക്കാന്നും അറിയില്ല. മോളെ, ഇങ്ങനെയൊന്നും സാറിനോട് പറയരുത്. അത് എന്നോട് തന്നെ വേണം പറയാൻ. ഞാനൊരു ജനപ്രതിനിധിയും കൂടിയാ. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളാ. എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സാധാരണ ജനത്തിന് എങ്ങനെയാ നീതി കിട്ടുക? ഗൗരി പറയുന്നതിൽ ഒരു അർത്ഥം കൂടിയുണ്ട്. നിന്റെ മനസ്സിനേറ്റ മുറിവ് എത്രത്തോളം ഉണ്ടെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നീ പ്രഭയോട് പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞു. ഏതു തരം പ്രതികരണവും ആവാം. അത് നിയമപരമായിട്ട് വേണം. എന്റെ പിന്തുണ ഉണ്ടാവും. അർഹിക്കുന്ന ശിക്ഷ നിയമം കൊടുക്കും. നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല.